വരട്ടെ അടുത്ത് ടോയ്, സംയുക്ത. ടോയോടുള്ള എനിക്കുള്ള ചോദ്യം, ടോയ് ഇപ്പോൾ വളരെ തിരക്കുള്ള മലയാളത്തിലെ ഏറ്റവും തിരക്ക് പിടിച്ച ഒരു താരമാണ്. ആ തിരക്ക് പിടിച്ച അഭിനയ ജീവിതത്തിനിടയിലും ടോയ് പലപ്പോഴും സമൂഹത്തിലെ പ്രശ്നങ്ങളോട് ചേർന്ന് നിൽക്കാറുണ്ട്. ടോയ് ഇങ്ങനെ മനുഷ്യപക്ഷം ചേർന്ന് നിൽക്കുന്നത്, ഈ അനുഭവം, ഈ കരുത്ത് ആർജിച്ചത് വായനയിൽ നിന്നാണോ, അല്ല നാട്ടിൻ പുറത്തുള്ള തൻ്റെ കൂട്ടുകാരുമൊത്തുള്ള ജീവിതത്തിൽ നിന്നാണോ, അല്ലെങ്കിൽ ഒരു കലാകാരൻ, ഒരു നടൻ എപ്പോഴും മനുഷ്യപക്ഷം ചേർന്ന് നിൽക്കണമെന്ന ബോധപൂർവമായ തീരുമാനത്തിൽ നിന്നാണ്? ഇതാണ് എനിക്ക് ടോവിയോടുള്ള. ഓക്കെ, ടോവിനോ? അത് ഞാൻ വിശ്വസിക്കുന്നത് ബ്രിങ്ങിങ് അപ്പ് തന്നെ ആയിരിക്കണം, നമ്മുടെ ഗ്രൂമിങ് ആയിരിക്കണം. അല്ലേ? നമ്മളുടെ ഞങ്ങൾക്ക് ഈ മനുഷ്യപക്ഷം എന്ന് പറയുന്ന ഒരു പക്ഷമേ നമുക്ക് ആവശ്യമുണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇരിങ്ങാലക്കുടയിൽ ജനിച്ച് വളരുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും അങ്ങനെ ഒരു രീതിയിലാണല്ലോ, നമുക്ക് അങ്ങനെ ഒരു ഡിഫറൻസസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു നാരോ ചിന്താഗതികൾ ഉണ്ടായിരുന്നില്ല, എല്ലാവരും ഉൾപ്പെടുന്നതാണ് നമ്മുടെ. അതല്ലേ, എനിക്ക് തോന്നുന്നു ഇപ്പോഴും ചിന്താഗതികൾക്കൊന്നും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യുന്ന രീതികൾ ഈ സോഷ്യൽ മീഡിയ. സന്തോഷം പറഞ്ഞ എനിക്ക് ഫീൽ ചെയ്തിട്ടൊരു കാര്യം, ഞാനൊരു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ക്യാമ്പസിലുണ്ടായിരുന്ന സാമൂഹ്യ ആരോഗ്യം ഇന്ന് ക്യാമ്പസിലില്ല. സോഷ്യൽ ഹെൽത്ത് അന്ന് നമ്മളിപ്പം ജാതിയോ മതമോ നമുക്കൊരു പ്രശ്നമല്ല, പക്ഷേ അതിനേക്കാളും കൂടുതൽ പ്രോമിനൻ്റാണ് അങ്ങനെയുള്ള ചിഹ്നങ്ങൾ. പക്ഷെ അത് വളരെ കുറച്ചായിട്ട് കാണുന്ന സ്ഥലമാണ് ഈ മേഖല. അവിടെ അത് കുറേ കൂടെ കുറവാണ്. അപ്പം ഒരു പക്ഷെ അദ്ദേഹം അത് ഉദ്ദേശിച്ചതായിരിക്കും. അല്ല, ഇതെന്ന് വെച്ചാൽ ഞാൻ വിശ്വസിക്കുന്നത് നമ്മളുടെ ഒരു ജീവിതത്തിൻ്റെ ആദ്യത്തെ നമ്മളുടെ ഈ സ്വഭാവ രൂപീകരണമൊക്കെ നടക്കുന്ന സമയത്തുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, പിന്നെ തീർച്ചയായിട്ടും വായന, ഇപ്പോഴും പുതിയ ആൾക്കാരെ കാണുന്ന സമയത്ത്, പുതിയ ആൾക്കാരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകിക്കൊണ്ടാണ് നമ്മളിങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കുന്നത്. മനുഷ്യപക്ഷത്ത് നിൽക്കണം എന്നൊരു തോന്നലുണ്ടായത് ഇങ്ങനെയുള്ള ഒരുപാട് ഈ അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂടിയിട്ടാണ്. അതെ, സ്വാഭാവികമായിട്ട്. സംയുക്ത, ഒരു ടൊവിനോ എന്നുള്ളൊരു ആക്ടിവിസ്റ്റിനെ എങ്ങനെ റേറ്റ് ചെയ്യുന്നു? ടൊവിനോയ്ക്ക് കുറച്ചൊരു ആക്ടിവിസം ഉണ്ട്. യു അപ്രീഷിയേറ്റ് ദാറ്റ്? സംയുക്ത ഒരുപക്ഷെ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആളുകൾ അറിയുന്നത് പോലെ സംയുക്ത ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആളുകൾ അറിഞ്ഞിരുന്നെങ്കിൽ അതുപോലെയൊക്കെ തന്നെ പറഞ്ഞേനെ. ഇതേ ചോദ്യം തന്നെ സംയുക്തയോടും ചോദിച്ചേനെ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഒരു ഘടകമുണ്ട്. തീർച്ചയായിട്ടും അധികം ആലോചിക്കുന്നത്, ഇതുവരെ പറഞ്ഞ പോലെ ആലോചിച്ച് മറുപടി പറയുന്നത്. ടൊവിനോയ്ക്ക് കൽക്കിയായി അവതരിക്കാൻ ഇപ്പോഴൊരു അവസരം കിട്ടിയാൽ ആദ്യം ഇല്ലാതാക്കുന്ന എന്തിനായിരുന്നു? കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന് ജാതി മത ചിന്തകൾ, അതിർവരമ്പുകൾ. എനിക്ക് അതിന് ഞാൻ പറയുകയാണെങ്കിൽ ഒരു എക്സ്പ്ലനേഷനും കൂടെ ചേർത്ത് പറയാം. അല്ല, ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ മതി, അപ്പോൾ അല്ലെങ്കിൽ പ്രശ്നം. കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ. ഹ്യൂമൻ ബീയിങ്സിൻ്റെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള പല ഇൻഫ്രാസ്ട്രക്ചേഴ്സും ആ പർപ്പസിനല്ലാതെ ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെയൊക്കെ എക്സ്പയറി ആയി എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഓക്കെ, അതായത് എന്താണോ അതിൻ്റെ പർപ്പസ് അതിന് നേർവിപരീതമായിട്ട് പലപ്പോഴും ഉപയോഗപ്പെടുത്തുന്നു. കമൽഹാസൻ, മോഹൻലാൽ, മമ്മൂട്ടി, ഈ 3 പേരിൽ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത സ്റ്റാർ ആരാണ്? അങ്ങനെ പറഞ്ഞാൽ ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ ആണ്. കാര്യം എന്താണെന്ന് ക്വസ്റ്റ്യൻസ് എല്ലാം ഈസി ആയിരിക്കണമെന്നില്ല. ഞാൻ എന്നെ ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്തേക്കുന്നത് ഓരോരുത്തരും ഓരോ രീതിയിൽ പോലും ഒരു സം ടോട്ടൽ ഓഫ് ഇൻഫ്ലുവൻസ് പരിശോധിച്ച് നോക്കുമ്പോൾ കൂടുതൽ ഇൻഫ്ലുവൻസ് അങ്ങനെ പറയാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. ഇവർക്കൊപ്പം ഒരുമിച്ച് 3 ഓഫർ വന്നാൽ 3 അഭിനയ പ്രാധാന്യമുള്ള സിനിമയായാലും ഏത് സ്വീകരിക്കും? ഒരേ സമയത്ത് 3 വരിക, ഒരേ സമയത്ത് 3 പേരും വരിക, 3 പേരോട് ഏറ്റവും നല്ല പ്രൊജക്ട് ഏതാണെന്ന് നോക്കിയിട്ട് വരും. അവരെയെല്ലാം നോക്കുക. കാര്യം എനിക്ക് ഇവർ 3 പേരെയും ഒരുപോലെ ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അവരെക്കാൾ ഒരു പക്ഷേ പിന്നീട് ഊന്നൽ കൊടുക്കാൻ പോകുന്നത് ആ പ്രോജക്റ്റിൻ്റെ സ്വഭാവമായി. തീർച്ചയായിട്ടും. വെരി ഗുഡ്. ടൊവിനോ ഇവരെ എങ്ങനെ ഡിഫൈൻ ചെയ്യും? പൃഥ്വിരാജ് എന്ന ആക്ടർ ഡയറക്ടർ, ഒരു നടന് വേണ്ട രൂപം, ശബ്ദം, ഡയലോഗ് ഡെലിവർ ചെയ്യാനുള്ളത് ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും തമിഴാണെങ്കിലും ഒക്കെ അത് പഠിച്ചിട്ട് പറയുമ്പോൾ അസൂയയോടെ ടൊവിനോ പൃഥ്വിരാജെ നോക്കിയിട്ടുണ്ടോ? അസൂയ എന്ന് വെച്ചാൽ ആരാധനയോടെ നോക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള അസൂയ ഉണ്ടാവും സ്വാഭാവികം. അതിന് അസൂയ കാര്യം എന്ന് പറയുമ്പോൾ അത് ആ അസൂയല്ല, ഒരു പോസിറ്റീവ് തരത്തിൽ വേണമെങ്കിൽ അങ്ങനെ പറയാം, പോസിറ്റീവ് അസൂയ. പക്ഷെ ഞാൻ അതിനേക്കാളും കണ്ടുള്ള ഒരു നടന് വേണ്ട എല്ലാ ക്വാളിറ്റീസും ഒരുമിച്ച് ഉള്ള ഒരാൾ, അത്രയും ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരാളായിട്ട് ഡയറക്ടർ. ഒരു ഡയറക്ടർ ആവാനുള്ള അറിവ് പണ്ട് മുതലേ സെൻസ് ചെയ്യാൻ പറ്റും അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത്.
ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ ചെയ്യുന്ന പോലെ തന്നെ